നമസ്കാരം. നിർഭയ കൊലക്കേസിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ അസമിൽ വീണ്ടും ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. സമാന സംഭവം ആവർത്തിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലും. അവിടെ അതിക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് ഒരു 8 വയസ്സുകാരിയാണ്. ഇൻഡോറിൽ 2020 കൊല്ലപ്പെട്ട ദമ്പതികൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി. ഈ വാർത്തകളെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. നിർഭയ കൊലക്കേസ് 2012 ഡിസംബർ 16 രാത്രി സുഹൃത്തിനൊപ്പം ഡൽഹി നഗരത്തിലെ ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം. ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ മറക്കാൻ കഴിയാത്ത, എല്ലാവരെയും മുറിപ്പെടുത്തിയ ഒരു മരണം. ഈ സംഭവത്തിന് ശേഷം ഇനി ഒരിക്കലും ഇത്തരമൊരു നിർഭയ ഉണ്ടാകരുതേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അസമിൽ നിന്ന് വരുന്നതും നിർഭയയ്ക്ക് സമാനമായൊരു വാർത്തയാണ്. അവിടെ ഒരു 15-കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. പ്രദേശത്തിപ്പോൾ നിലനിൽക്കുന്നത് വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയാണ്. അസമിലെ ഹൈലകണ്ടി എന്ന ജില്ലയിൽ നിന്നാണ് ഹൃദയഭേദകമായ വാർത്ത പുറത്തുവരുന്നത്. വീട്ടിലൊറ്റയ്ക്കായിരുന്ന 15 വയസ്സുകാരിയെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ അടുത്തുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നിനായി പോയതായിരുന്നു. ഈ പെൺകുട്ടിയും കുടുംബവും ഒന്നാകെ. എന്നാൽ ഈ പാർട്ടിക്കിടെ ഒരു കസിൻ സഹോദരനുമായി പെൺകുട്ടി വഴക്കിടുകയും പിന്നാലെ വീട്ടിലേക്ക് അവൾ ഒറ്റയ്ക്ക് മടങ്ങുകയുമായിരുന്നു. പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങി ഏറെ നേരത്തിന് ശേഷം വീട്ടിലേക്കെത്തിയ കുടുംബാംഗങ്ങൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. മുറിയിൽ ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുകയായിരുന്നു ആ പെൺകുട്ടി. അക്രമികൾ അവളുടെ മുഖം എന്തോ ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് അടിച്ച് വികൃതമാക്കിയിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുവടി അടക്കം കയറ്റി അതിക്രൂരമായി അവളെ മർദ്ദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു വീട്ടുകാർ അവളെ കാണുന്നത്. വിവരം പുറത്തറിഞ്ഞതോടെ നാട്ടുകാർ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ അഴിച്ചുവിട്ടത്. 100 കണക്കിന് ഗ്രാമവാസികൾ ചേർന്ന് റോഡ് ഉപരോധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നതാണ് അവരുടെ ആവശ്യം. പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്ന ആരോപണവുമായി കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. আপোনালোকে জানে যেটো কাটলিচৰাত ইনসিডেন্ট হৈছে আলৈচৰা পাৰ্ট 4 continuing with the investigation of the case we have made 2 more arrests today are taking the total to 5 and now we know who are the people who are involved in this and the exact details of the case, the motive of the assault, sexual assault and murder of the minor girl child, so that we are now clear and we are investigating into the case and we hope that justice will be given to the victim. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം നടത്തിവരുന്നതായും സീനിയർ പോലീസ് സൂപ്രണ്ട് അമിതാഭ് സിൻഹ വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ബലാത്സംഗം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. കേസ് നിലവിൽ എല്ലാ കോണുകളിൽ നിന്നും വിശദമായി തന്നെ അന്വേഷിക്കുകയാണ് പോലീസ്. നിലവിൽ 5 പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് സംഘമെത്തി വിശദമായ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. খারাপ ব্যবহার হয়েছে। তার নাম বেবি দাস, বাড়ি লইচুরা পার্ট 4। তো এখানে তাই যে ঘটনা হয়েছে তাই ঠাম্মার পাকিস্তান কারণ ইও আসছিল, মাছ পরশ আসছিল। এই মাছ পরশের লাগে আমরা সব এখানে খাওয়াত গেছি। আমি আমার বাড়ি লাগাবাসা এবং আমি এখানে গ্রুপ নিই। তো আমরা সব খাওয়াত গেছি আর তাইও এখানে খাওয়াত গেছি তাই মার সঙ্গে। যাওয়ার পরে দেখি দেয় যে বইনে বইনে এমনি একটু লাগে না, তো তাই জন্য রাগ করি আর কি, ঘর থেকে আই গেছে। എല്ലാ പ്രതികളെയും പിടികൂടണമെന്നും കുട്ടി ബലാത്സംഗത്തിനിരയായിട്ടുണ്ടെന്നുമാണ് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. പോലീസിന് ഇതിലൊരു ഉറപ്പ് ലഭിക്കണമെങ്കിൽ അതിന്റേതായ സാങ്കേതിക വശങ്ങളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ പിടിയിലായിട്ടുള്ള പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. এমন অত্যাচার করার করছে, এটা বাবার মতো দেখার মতো কোনো নাই। উলঙ্গ অবস্থায় কাপড় নাই করে পাওয়া গেছে। অন্যরকম আমরা চাই তাড়াতাড়ি এটা শাস্তি যাতে দেওয়া হোক তারে। আর ধরা হয়েছে আসামি আরও যাতে 2-4জন যদি 5জন থাকে যাওয়া থাকে তাড়াতাড়ি এটা ধরা হইতো।
സംഭവത്തിൽ പെൺകുട്ടിക്ക് വൈകാതെ തന്നെ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനിയും ഇത്തരം ക്രൂര കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ പിടിയിലാകാനുള്ള സാധ്യതയുമുണ്ട്. സമാനമായൊരു വാർത്തയാണ് മധ്യപ്രദേശിൽ നിന്നും വരുന്നത്. അവിടെ 8 വയസ്സുള്ള 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ് 28 വയസ്സുകാരൻ. പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിലൊടുക്കം പ്രതി പിടിയിലായി. പതിവ് പോലെ തന്നെ ബുധനാഴ്ച രാവിലെ സ്കൂളിൽ പോയതായിരുന്നു ഈ പെൺകുട്ടി. എന്നാൽ മടങ്ങിയെത്തേണ്ട നേരമായിട്ടും വരാതിരുന്നതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഗോട്ടേഗാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ അവർ അന്വേഷണവും ആരംഭിച്ചു. ഒന്നിലധികം പോലീസ് സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു അന്വേഷണം. അന്വേഷണത്തിനിടെ പെൺകുട്ടി അവസാനമായി കണ്ടത് അന്നു യാദവ് എന്ന അയൽക്കാരനോടൊപ്പമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് അനുവിനായുള്ള തെരച്ചിലായിരുന്നു പോലീസ് സംഘം. തുടർന്ന് അനുവിനെ പോലീസ് കണ്ടെത്തിയെങ്കിലും പോലീസിനെ കണ്ടയുടൻ ഇയാൾ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടെ അമിത വേഗതയിൽ പോയ മോട്ടോർ സൈക്കിൾ റോഡിൽ തെന്നിമാറി അപകടത്തിൽപ്പെട്ടതോടെ ഇയാൾ പോലീസ് പിടിയിലാവുകയും ചെയ്തു. പുറത്തുവന്ന പ്രതിയുടെ ദൃശ്യങ്ങളിൽ ഇയാൾക്ക് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നതും മുറിവുകൾ വച്ചുകെട്ടിയിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അനുവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിയുന്നത്. ആദ്യമൊക്കെ അന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ ശരീരത്തിൽ രക്തക്കറ കണ്ടെത്തിയതാണ് പോലീസിനെ കൂടുതൽ സംശയത്തിലാക്കിയതും ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതിനും കാരണമായത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. जब लगभग 7:30 बजे अंधेरा बढ़ने लगा और बच्ची नहीं मिली तो फिर किसी अनहोनी की आशंका से फिर इसमें और इंटेंसिव सर्च जो आसपास का जंगल का क्षेत्र था उसमें हमने सर्चिंग बढ़ाई गई. लगभग 50 के आसपास पुलिसकर्मी और 70 से 80 गांव वाले सभी एक टीम के तौर पर पूरे व्यवस्थित और एक साइंटिफिक तरीके से पूरे जंगल की सर्चिंग की गई और लगभग मिडनाइट 12 बजे के आसपास गांव से लगभग 1.5 किलोमीटर दूर सागौन के जंगल में बच्ची का शव हमें मिला. बच्ची का शव की स्थिति देखकर ये प्रथम दृष्टया समझ में आया कि बच्ची के साथ दुष्कर्म हुआ है और दुष्कर्म के बाद में उसकी हत्या की गई है. സംഭവം നടക്കുന്നത് ഇങ്ങനെയായിരുന്നു. സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് അവിടേക്ക് പോയ പ്രതി അച്ഛൻ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അയച്ചതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് വിശ്വസിച്ച് കൂടെ പോയ പെൺകുട്ടിയെ ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അടുത്തുള്ള ഒരു കാട്ടിലേക്കായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടെ വെച്ച് കുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതോടെ അതിനെ പെൺകുട്ടി എതിർത്തു. പിന്നീട് 8 വയസ്സുകാരിയെ പ്രതി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണുണ്ടായത്. പ്രതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് പോലീസ് പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അറസ്റ്റിലായ വ്യക്തിക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുജറാത്തിലെ ഗോണ്ടലി 2020 ഇൻഡോറിൽ വെച്ച് താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളായ സ്പെഷ്യൽ ആംഡ് ഫോഴ്സ് കോൺസ്റ്റബിളിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ആ വാർത്തയിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്.
2020 നടന്ന 2 കൊലപാതകങ്ങൾ. അന്വേഷണത്തിൽ നിർണായകമായത് പ്രതി നിസ്സാരമായി തുപ്പിക്കളഞ്ഞ ഒരു ചുയിങ്കമാണ്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ദമ്പതികളെ കൊലപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം ധനഞ്ജയ് യാദവ് എന്ന യുവാവിന് അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹേമന്ത് കുമാർ രഘുവൻഷി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിക്കാകെ 33,000 രൂപ പിഴയും കോടതി ചുമത്തി. 2020 ഡിസംബർ 17 പുലർച്ചെയാണ് എയറോഡ്രോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ജ്യോതി പ്രസാദ് ശർമ്മയെയും ഭാര്യ നീലം ശർമ്മയെയും യാദവ് കൊലപ്പെടുത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത മകൾ യാദവുമായി പ്രണയത്തിലാകുന്നതിനെ ശർമ്മ ദമ്പതികൾ ശക്തമായി എതിർത്തിരുന്നുവെന്നും ഇതിനെ തുടർന്ന് പെൺകുട്ടിയും കാമുകനും ചേർന്ന് മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി കൃത്യം നടപ്പിലാക്കുകയായിരുന്നുവെന്നുമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അന്വേഷണത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയ ഒരു ചുയിങ്കമായിരുന്നു നിർണായകമായതും കേസിൽ വഴിത്തിരിവായതും. ചുയിങ്കത്തിൽ നിന്ന് ലഭിച്ച DNA സാമ്പിൾ യാദവിന്റെ DNAയുമായി പോലീസ് ഒത്തുനോക്കി. ഇരട്ട കൊലപാതകം നടന്ന സമയത്ത് യാദവ് സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്ന് DNA റിപ്പോർട്ടിലൂടെ വ്യക്തമായതോടെയാണ് യാദവ് കുടുങ്ങുന്നത്. പ്രോസിക്യൂഷൻ വകുപ്പിന് വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ആരതി ഭദോരിയെയാണ് കേസിൽ വാദിച്ചത്. 16-17 की दरमियानी रात की घटना है, 16-12-2020 की. इसमें ज्योति प्रसाद शर्मा जो कि SAF में चालक के पद पर आरक्षक थे, उनकी पत्नी की और उनकी हत्या की गई थी. पत्नी का नाम क्या था? पत्नी का नाम था नीलम शर्मा और उम्र 48-50 साल के दोनों के बीच में थी. इसमें मुख्य बात यह है कि एक बालिका जो मात्र 14 वर्ष 5 माह की थी, वो किसी मतलब वहाँ गली में एक लड़का घूमता था, वो भी उस समय 19-20 साल का था, उसके संपर्क में आ गई. चूँकि बालिका छोटी थी, माँ बाप ने कहा पढ़ो लिखो, सेंट्रल स्कूल में लड़की पढ़ती थी, तो उसको रोका. इससे लड़का बहुत ज़्यादा नाराज़ हो गया. उसने लड़की को अपने पक्ष में मिलाया और उसके दिमाग को इतना खराब किया, उसकी मानसिकता को दूषित किया कि वो उसके षड्यंत्र में बातों में आ गई और शामिल हो गई. और उसने उसको लड़के को स्पेस दिया. रात को 4:50 पे 16-17 की दरमियानी रात को लड़का घर में आया. ये 2020 की 16-12-2020 तेज सर्दियों की बात है. लड़का घर में आया और उसने संतूर से और हंसी से लड़की के माता पिता की हत्या कर दी. ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാത്ത സാഹചര്യത്തിൽ ഇരട്ട കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതി തുപ്പിയ ഒരു ചൂയിങ്കം അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു അപൂർവ കേസ് കൂടിയാണിത്. ശിക്ഷ ഉറപ്പാക്കാൻ പ്രോസിക്യൂഷൻ DNA-യുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിക്കാൻ 5 വർഷം എടുത്തെങ്കിലും പോലീസ് ശേഖരിച്ച കൃത്യമായ ശാസ്ത്രീയ തെളിവുകളാണ് പ്രതിയെ പഴുതുകളില്ലാത്ത വിധം പൂട്ടാൻ സഹായിച്ചതും നിരപരാധികളായ ദമ്പതികളുടെ കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം വരെ വാങ്ങി നൽകാൻ സാധിച്ചതും. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.